വീട്ടിലെ എല്ലാ മുറികളിലും ഒരു ദിവസം അച്ഛൻ കയറി ഇറങ്ങിക്കൊള്ളണം എന്നൊന്നുമില്ല. ഒരു മേൽനോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അമ്മ എങ്ങനെയല്ല, പലവട്ടം എല്ലാ സ്ഥലത്തും ഒരു വീടിന്റെ മുക്കും മൂലയും എല്ലാം അമ്മ കണ്ടിരിക്കും എല്ലാ ദിവസവും. ചന്ദ്രന്റെ റോൾ അതാണ്. 27 ദിവസം കൊണ്ട് ഒരു വൃത്തം ചന്ദ്രൻ പൂർത്തിയാക്കും. കേരളം അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ചന്ദ്രനെ ആശ്രയിച്ചിട്ടാണ് മാസത്തെ കണക്കാക്കുന്നത്, ചാന്ദ്രമാസങ്ങൾ. നമ്മൾ പക്ഷേ സൗരമാസമാണ് ഫോളോ ചെയ്യുന്നത്. ചില കാര്യങ്ങൾക്ക് നമ്മൾ ചാന്ദ്രമാസവും എടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സൗരമാസമാണ്. ഈ സൂര്യൻ ഒരു വർഷം കൊണ്ട്, അതായത് ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ വലം വെക്കുമ്പോഴാണല്ലോ നമുക്കൊരു വർഷം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ സൂര്യൻ ഒരു വർഷം കൊണ്ട് ഈ 12 രാശികളിലും കയറി ഇറങ്ങുന്നു എന്നാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഒരു വർഷം സൂര്യന് നേരെ കൃത്യമായിട്ടുള്ള അളവിൽ കറങ്ങി വരും. സൂര്യനിൽ നിന്ന് എന്തെല്ലാം നേരിട്ട് എടുക്കണമോ അത് മുഴുവൻ ഇങ്ങനെ കറങ്ങുമ്പോൾ എല്ലാ ഭാഗത്തേക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിനെ 12 രാശികൾ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഭൂമിയാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സൂര്യനിലേക്ക് അത് ആരോപിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്നത് കൊണ്ട്, എവിടെ നിന്നാണോ നോക്കുന്നത് അത് വെച്ചിട്ടാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ. അപ്പോൾ സൂര്യൻ ഭൂമിയെ ഈ പറയുന്ന ഓരോ രാശിയിലും 30 ദിവസങ്ങൾ വീതം ഒരു വർഷം കൊണ്ട് ഒരു വട്ടം പൂർത്തിയാക്കും. അപ്പോൾ അതേപോലെ അതവിടെ ഇരിക്കട്ടെ, ഈ രാജാവ് രാജ്ഞി എന്നൊക്കെയുള്ള അത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് കൂടാതെ ഈ ഗ്രഹങ്ങൾക്കെല്ലാം സ്വക്ഷേത്രങ്ങളുണ്ട്. സ്വന്തം ഈ 12 രാശികൾ എല്ലാ ഗ്രഹങ്ങൾക്കുമായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. തുല്യമായിട്ടല്ല വീതിച്ചേക്കുന്നത്. രാജാവിനും രാജ്ഞിക്കും ഓരോ ഗ്രഹങ്ങളാണുള്ളത്, ഓരോ രാശികളാണ്. ക്ഷേത്രം, ഗൃഹം, ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രാജാവിനും രാജ്ഞിക്കും ഓരോ വീടുകളാണുള്ളത്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ മുഴുവൻ അവകാശികൾ ഇവർ തന്നെയാണ്, അല്ലേ? പിന്നെ ബാക്കി ഗ്രഹങ്ങൾക്കൊക്കെ ഈ രണ്ട് ക്ഷേത്രങ്ങൾ, ഈ 2 ഗ്രഹങ്ങൾ വീതം വീതിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഓരോ ഗ്രഹങ്ങളും, ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഈ 2 ഗ്രഹങ്ങളും ആണുള്ളത്. അതിൽ മിഥുനരാശിയും കന്നിരാശിയും ബുധൻ്റെ സ്വക്ഷേത്രങ്ങളാണ് എന്ന് പറയും. ബുധൻ്റെ ഗൃഹം എന്നോ ബുധൻ്റെ വീട് എന്നോ ഏതർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്വക്ഷേത്രങ്ങളുള്ളത് പോലെ തന്നെ ഗ്രഹങ്ങൾക്ക് മൂലത്രികോണ രാശികളുണ്ട്, ഉച്ചരാശികളുണ്ട്, നീചരാശികളുണ്ട്. ഇതിനൊക്കെ അതാതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവുമുണ്ട്. അപ്പോൾ സ്വക്ഷേത്രത്തിൽ ആ ഗ്രഹം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബുധൻ മിഥുന രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ബുധൻ ബലവാനാണ് എന്ന് പറയും. ഇനി ബുധൻ ഉച്ചത്തിലാണെങ്കിൽ വളരെ ബലവാനാണ്. അത് മൂലത്രികോണ രാശിയും കൂടി ആയാലോ ഗംഭീരായി. മൂലത്രികോണ രാശിയിലോ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ അതാതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും. ഇതേപോലെ ശത്രുക്ഷേത്രങ്ങളും മിത്രക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ബുധൻ്റെ സ്വക്ഷേത്രമാണ് കന്നിരാശി. അതോടൊപ്പം തന്നെ ബുധൻ്റെ മൂലത്രികോണ രാശിയും കൂടിയാണ് കന്നിരാശി. ബുധൻ്റെ ഉച്ചരാശിയുമാണ് കന്നിരാശി. വേറെ ഒരു ഗ്രഹത്തിനും ഈ 3 കൂടി ഒരുമിച്ച് വരുന്നില്ല. സ്വക്ഷേത്രവും മൂലത്രികോണവും ഉച്ചരാശിയും 3 കന്നിരാശിയാണ് ബുധനെ സംബന്ധിച്ച്. അപ്പോൾ രാജാവായിട്ടുള്ള ഗ്രഹങ്ങളാണ് എല്ലാ രാശികളിലെ ഈ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കുന്നത്, ഒരു വൃത്തം പൂർത്തിയാക്കുന്നത്. രാജ്ഞി ഇപ്പോൾ വീട്ടിലെ എല്ലാ മുറികളിലും ഒരു ദിവസം അച്ഛൻ കയറി ഇറങ്ങിക്കൊള്ളണം എന്നൊന്നുമില്ല. ഒരു മേൽനോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അമ്മ എങ്ങനെയല്ല, പലവട്ടം എല്ലാ സ്ഥലത്തും ഒരു വീടിന്റെ മുക്കും മൂലയും എല്ലാം അമ്മ കണ്ടിരിക്കും എല്ലാ ദിവസവും. ചന്ദ്രന്റെ റോൾ അതാണ്. ചന്ദ്രൻ എല്ലാ രാശികളിലും കൂടി ഒരു വർഷം കൊണ്ട് എന്നല്ല, ഒരു മാസം കൊണ്ട് തന്നെ
എല്ലാ രാശികളിലും കയറി ഇറങ്ങും. 27 ദിവസം കൊണ്ട് ഒരു വൃത്തം ചന്ദ്രൻ പൂർത്തിയാക്കും, സൂര്യൻ 1 വർഷം കൊണ്ടും പൂർത്തിയാക്കും. അപ്പോൾ രാജ്ഞി എപ്പോഴും വരുന്നതല്ലേ, അതിനൊരു പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും അത് ഒരു സ്വാഭാവികം എന്നുള്ള രീതിയിലേക്കായി, ഏകദേശം സ്വാഭാവികമായി പോയി അത്. അതേസമയം രാജാവിൻ്റെ എഴുന്നള്ളത്ത് അങ്ങനെയല്ല, വളരെ സ്പെഷ്യലാണ്. രാജാവ് വരുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഒരാൾ, ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ നാട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സത്യത്തിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ കാണാൻ പോലും പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ അവിടെ ഈ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും വരണില്ല. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. എല്ലാ വീഥികളും നമ്മൾ അലങ്കരിക്കും, ഇല്ലേ, എല്ലായിടത്തും സന്തോഷം തന്നെയായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ സൂര്യൻ ഈ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ബുധനങ്ങ് ഉണരുകയാണ് ചെയ്യുന്നത്. ബുധനങ്ങ് ഉണർന്ന് വളരെ പ്രസരിപ്പോട് കൂടി പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ കേരളീയരെ സംബന്ധിച്ച് കന്നി മാസത്തിലാണ് ഈ നവരാത്രി ആഘോഷം വരുന്നത്. നമ്മൾ സൗരമാസമാണ് കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചാന്ദ്രമാസമാണെങ്കിൽ അശ്വിന മാസത്തിലാണ് എന്ന് പറയും. അത് ഈ രണ്ടും ഒരേ കാലഘട്ടം തന്നെയാണ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വിദ്യാകാരകനായിട്ടുള്ള, അറിവിൻ്റെ ആളായിട്ടുള്ള, വിവേകത്തിൻ്റെ ആളായിട്ടുള്ള, കുമാരനായിട്ടുള്ള, നേരത്തെ രാജാവ് സൂര്യൻ എന്ന് പറഞ്ഞതുപോലെ ബുധൻ കുമാരനാണ്. കൗമാരം അങ്ങ് കടന്ന് യൗവനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഭാവമാണത്, അല്ലേ, മനുഷ്യരെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ബുധൻ എന്തെന്നില്ലാത്ത ഒരു ഉണർവാണ് വരുന്നത്. അപ്പോൾ ഈ ബുധൻ ഏറ്റവും ബലവാനായിട്ടിരിക്കുന്ന സമയത്ത് ബുധനെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് അറിവിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളും ഏറ്റവും അറിവുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിവ്, കഴിവുകൾ ഇതെല്ലാം ഉണരുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അറിവുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് നേടുക, ഒരു പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ നേടിയെടുത്ത അറിവിനെ കൊണ്ട് അതാത് സമയത്ത് ഉണരേണ്ടതായിട്ടുള്ള വിവേകം ഉണ്ടാകണം, അല്ലേ. നല്ലതും ചീത്തയും ശരിയും തെറ്റും ഇതിനെയൊക്കെ വേർതിരിച്ച് അറിയുവാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുടെ ഈ ഒരു ഭാവങ്ങളെല്ലാം ഉണർന്നു വരും ഈ കന്യമാസത്തിലെ ഈ നവരാത്രി. അതുകൊണ്ടാണ് ഈ നവരാത്രിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം വരുന്നത്. ബുധനുമായിട്ടാണ് ഇതിന് ഈ നവരാത്രി ആഘോഷവും ബുധനും അറിവിൻ്റെ ഗ്രഹമായിട്ടുള്ള, ജ്ഞാനത്തിൻ്റെ ഗ്രഹമായിട്ടുള്ള, വിവേകത്തിൻ്റെ ഗ്രഹമായിട്ടുള്ള, കുമാരഗ്രഹമായിട്ടുള്ള ബുധൻ ഏറ്റവും ഉണർന്നിരിക്കുന്ന സമയത്ത്, അല്ലേ, നമ്മൾ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളോട് വന്നിട്ട് നമ്മുടെ പക്കലുള്ള ഒരു സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് എടുത്തു നൽകുന്നത് പോലെ ഈ സമയത്ത് നമ്മൾ അറിവിന് വേണ്ടിയിട്ട് അറിവിൻ്റെ ദേവതമാരെ പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ തികച്ചും അറിവുള്ളവർ, കഴിവുള്ളവർ, കലാകാരികൾ ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ബുധനും സൂര്യനുമായിട്ടാണ് ഈ നവരാത്രിയുമായിട്ടുള്ള ബന്ധം വരുന്നത്. അതായത് നമ്മളൊക്കെ നവരാത്രി ആഘോഷിക്കുന്നുണ്ടോ എങ്കിലും ഇത്രയും വലിയൊരു കാര്യം അതിന്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആഘോഷിക്കുന്നു, അങ്ങ് വിടുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയൊരു അറിവ് നമുക്ക് പകർന്നു തന്ന മാഡം, നന്ദി. വളരെ സന്തോഷം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.